ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭകളുടെ ഐക്യത്തിൻ്റെ ആഴ്ചവട്ടമായി നമ്മൾ കൊണ്ടാടുമ്പോൾ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഐക്യം സാധിക്കൂ. ആ ഐക്യം സാധിക്കുന്നത് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ മുഴുവൻ ചെന്നായി കുഞ്ഞാടിനോടുകൂടി പോർക്കും, പുള്ളിപ്പലി കുഞ്ഞാട്ടുകുട്ടിയോടുകൂടി, പശുക്കിടാവും ബാലസമവും ഒരുമിച്ച്, അങ്ങനെ മുലകുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ ബോധങ്ങൾ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾ കൊടിയായി നിൽക്കുന്ന ഇശ്ശായി വരായനെ ജാതികളിൽ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായി ലഭിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ സംഭവിക്കുന്ന പ്രവാചകൻ പറയുകയാണ്, യഹോവയുടെ പരിജ്ഞാനം പൂർണ്ണമായിരിക്കാൻ, യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഒരു ദോഷവും. യഹോവയുടെ പരിജ്ഞാനമില്ലാതെ, ആ വിശുദ്ധിയുടെ ദൈവ സമാധാനമില്ലാതെ, യഹോവയുടെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ യഹോവയുടെ സമാധാനം, യഹോവയുടെ വിശുദ്ധി, ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ സമാധാനവും ഇല്ലാതെ നമ്മൾക്ക് ഐക്യപ്പെടാൻ സാധിക്കുകയില്ല. ആരോടും ഐക്യപ്പെടാൻ സാധിക്കുകയില്ല. ഏതാളുകളോടും ഐക്യപ്പെടണമെങ്കിൽ ആ ആളുടെ അടുത്തിറങ്ങി ചെല്ലാൻ സാധിക്കണം. രണ്ടു കൂട്ടർക്കും തമ്മിൽ ഒത്തിരി പാരമ്പര്യങ്ങളും മറ്റ് സ്വഭാവങ്ങളിലും കൾച്ചറിലും രാജ്യങ്ങളിലും തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ കാണും. പക്ഷേ ഒരുമിച്ചിറങ്ങി ചെല്ലുന്ന ആ മിക്സഡ് ആ ഒരു അനുഭവം, ദൈവിക സമാധാനം, ദൈവിക പരിജ്ഞാനം, ദൈവിക ശക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധ്യമായി തീരും. ആ ദൈവിക ശക്തി പ്രാപിക്കണമെങ്കിൽ വേദോസമാനയും പ്രാർത്ഥനയും ദൈവത്തിലുള്ള ആശ്രയവും കൊണ്ട് ആ ദൈവിക ശക്തിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇൻ്റർചർച്ച് കൗൺസിൽ കൊല്ലം കൊട്ടാരക്കര ഡയസിസിൽ കേരളത്തിലെ എല്ലാ ബിഷപ്പന്മാരും കൂടെ ഒരുമിച്ച് കൂടുന്നത്, ജോസ് ജോർജ് തിരുമേനി ഹോസ്റ്റ് ചെയ്യുന്നത്, അപ്രകാരം തന്നെ മിസ്റ്റർ നിബു ജേക്കബ് വർക്കി കൊല്ലം എക്യുമെനിക്കൽ ഫെലോഷിപ്പിൻ്റെ വകയായി കേരളത്തിലെ എല്ലാ ബിഷപ്പന്മാരും ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു ഐക്യത്തിൻ്റെ അനുഭവമാക്കി, സഭകൾ തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെ അനുഭവമായി തീരാനായിട്ട് സാധിക്കണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ സഭാവിഭാഗങ്ങളും ഒരുമിച്ച് ആയിത്തീരുന്ന ഒരു സ്വപ്ന ലോകത്തിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് മുന്നോടിയായി WCCയും NCCയും KCCയും ആക്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഐക്യസംഘടനകൾ സഭകളെ ഒരുമിപ്പിക്കുവാൻ ശ്രമിക്കുന്നല്ല. സ്വർഗീയ പരിജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ മാത്രമേ ഒരുമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ വലിയ ഐക്യം ഉണ്ടാകുവാനായിട്ട് സഹായിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, ഐക്യത്തിനു വേണ്ടി ശ്രമം നടത്തുന്നവർ, ആ ഐക്യത്തിൻ്റെ അനുഭവത്തിൽ മുന്നോട്ട് നീങ്ങുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ഐക്യത്തിൽ കർത്താവെ WHO നിലനിന്ന് മുൻപോട്ട് പോകുമ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഐക്യത്തിൽ എല്ലാ ആശുപത്രികളും, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, ഐക്യത്തിൽ വഴിയോര കച്ചവടക്കാർ, ജയിലുകളിൽ കഴിയുന്നവർ, ഓർഫനേജുകളിൽ കഴിയുന്നവർ, ഭവനങ്ങളിൽ കഴിയുന്നവർ, ഐക്യത്തിൻ്റെ ശക്തി വരുമ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, കർത്താവ് എപ്പാരുമുള്ള വലിയ ഒരു ഐക്യത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും ഒരുപോലെ വ്യാപരിച്ചു. എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആ വലിയ ഐക്യത്തിൻ്റെ ശക്തി എല്ലാവരിലും ഒരുപോലെ വ്യാപരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,